ഇപ്പോൾ അർജുന്റെ അമ്മ സംസാരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്നേരം എനിക്ക് ചെയ്തു തരുന്നു. നിർദ്ദേശപ്രകാരം നടന്ന ഇങ്ങനെ പത്രക്കാരാണ് ഇതൊന്ന് അന്ന് വൈകുന്നേരം 6 മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾ എല്ലാ സംശയങ്ങളും ചോദിക്കാം, നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങളെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരുമെന്നും പറഞ്ഞ് അങ്ങനെ അവർ അയച്ചു തന്ന് പിന്നെ യാതൊരു ബന്ധങ്ങളുമില്ല. അന്ന് രാത്രി വൈകുന്നേരം വരെ ഇത് മണ്ണെടുക്കൽ നേരത്തെ നിർത്തി. പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാല് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്, ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 3 ആള് പോയിട്ടും 2 മുതലാളിമാരും അവിടെ ഉണ്ട്, ഒരു ഡ്രൈവറും. ഇവരൊന്നും അടുത്തേക്ക് കടത്തിവിടൂല. കടത്തിവിടുമ്പോൾ പോലീസിന്റെ മർദ്ദനേറ്റും കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതൊരു ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഒരു മാനസികാവസ്ഥ അവിടെ നിൽക്കുന്ന അവസ്ഥ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി കളിച്ചാണ്. ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞയച്ചത്, ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ. എന്താ വെച്ചാൽ ഒരു എക്യുപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തുക്കുക. മണ്ണിന്റെ അടിയിലോ പെട്ട ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യിൽ തെളിവില്ല. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്തതിൽ മോനെ കാണുന്നില്ല. പക്ഷെ അവിടെ ഒരു കുഴി ഉണ്ടായിനി പുഴേന്റെ സൈഡിൽ, ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷെ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്, ആ കുഴീന്റെ മേലേക്ക് ഇവിടുന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക്. പിന്നെ ഇനി ആഴ്ച കൊണ്ടുവന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരമില്ല. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ. അപ്പൊ ഒരു മനുഷ്യന് ഇത്രയേ ഉള്ളൂ വില. ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടുന്ന് കുറെ വേറെ ബോഡികളൊക്കെ കിട്ടി. അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ? ഇത് ഇവിടെ മലയാളത്തിൽ മാത്രം പോരാ, ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം. ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ആളുകൾ മിസ്സിംഗ് ആണ് അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്നതൊക്കെ എത്രയോ ആളുകളുണ്ടാവും. അവിടെ എന്റെ ചെറിയ മോൻ പറയാണ്, അമ്മേ ഇവള് മലയാളികളായതുകൊണ്ട് ഇമ്പക്ക് എല്ലാവരെ സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി. ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു 3 പാവം സ്ത്രീകള് വേറെ 2 തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആൾക്കാരൊക്കെ അവിടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു നീതിയൊന്നും ആർക്കും കിട്ടുന്നില്ല. ഞങ്ങളെ കൂടെ ഇവര് നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്ന് പറയുന്നുണ്ട്. ഇവര് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർ പറയുന്ന അവിടെ ആ ഹോട്ടല് എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് മിസ്സായ ആള്. അയാൾ ആ ഹോട്ടലിൽ മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിന്റെ ബാക്കി ഭാഗത്തേക്ക് ഇവര് ഓരോ മുന്നിൽ കൂടെ കൊണ്ടുപോയി മണ്ണ് കോരിയിടുക ചെയ്തതെന്നാ പറയുന്നത്. അപ്പൊ ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് പറയുമ്പോ എന്താ അറിയോ, അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നുക. ഇന്ത്യയിലാണ് ഇങ്ങനെ ഒരു സംസ്ഥാനം തോന്നുക. എന്തിനാ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റൂല. പിന്നെ അതിന്റെ ഉള്ളിലുള്ള നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ആരെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങള്. ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ 3 ആളിലും ഒരുപോലെ പോകും. 3 മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും വിളിക്കാൻ പറ്റിയില്ല. രാവിലെ 3 മണിക്ക് ഞാൻ എണീക്കുന്ന സമയത്ത് മോന്റെ മെസ്സേജിന്റെ ഫോണിലുണ്ട്. അവിടുന്ന് ഓരോ ആക്സിഡന്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാനത് ഉൾക്കൊള്ളും. ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങള് എങ്ങനെ വിഷമിക്കുമോന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവൻ പിന്നെ എന്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാകുന്നതും ഒക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് എനിക്ക് സഹനം എന്നുള്ള എന്റെ അങ്ങേ തലക്കെത്തിക്കുന്നു. അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന വിഷമം ഉള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല. ഇത്രയൊക്കെ എനിക്ക് എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല. കാരണം ഞാൻ വൈകുന്നേരം അറിഞ്ഞ്
വീഴാൻ ചാൻസ് ഉള്ള ഒരു വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴീന്റെ മേത തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല. ഇമ്പൊക്കെ സത്യമായിട്ടും ഇമ്പളെ MP സാറ്, ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകര്, ഇവിടുത്തെ എല്ലാ ചാനലുകളും, പത്രം എന്ന് പറയുന്ന ഈ ചാനലുകള്, പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇമ്പളെ എല്ലാ സപ്പോർട്ടും ചെയ്തു. ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു. ആ ഒരവസ്ഥ, ആ പ്രതീക്ഷയും എനിക്ക് മാറി. മതി, എനിക്ക് അത്രേ പറയും. എന്തേ ചോദിക്കാണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഉണ്ടോ? ഞങ്ങള് പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ആൾക്കാരാണ്. ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ്. ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോവുക. ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ 4 വർഷത്തെ പട്ടാളക്കാരെ കാണിക്കാൻ വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത്? അർജുന്റെ അമ്മ ഷീല, അമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ഏറെ ആ കുടുംബത്തെ ആകെ സങ്കടപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇന്നത്തെ ദിവസം മുഴുവനും അങ്കോലയിൽ നിന്ന് പുറത്തു വന്നത്. ഇത്രയും നാൾ ആ മകനെ കാത്തിരുന്ന അമ്മയാണ്. പക്ഷേ ആ അമ്മ ഇപ്പോൾ അതിവൈകാരികമായി, ഒപ്പം തന്നെ കനത്ത പ്രതിഷേധത്തോടും കൂടിയാണ് സംസാരിച്ചത്. ഇത്രയ്ക്ക് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന് വില എന്നാണ് അമ്മ ചോദിക്കുന്നത്. സ്വന്തം മകന്റെ ജീവന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സൈന്യത്തെ ഇപ്പോൾ ഇറക്കി അങ്ങനെ ഒരു കോമാളി വേഷം കെട്ടിച്ചത് എന്നാണ് അമ്മ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ഒന്നും തന്നെ തൃപ്തികരമല്ല എന്നാണ് അമ്മ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ഇത്രയും കാലവും മകനെ കുറിച്ചുള്ള ഓർമ്മയിൽ തന്നെയായിരുന്നു. പ്രതീക്ഷയോടൊപ്പം തന്നെ ആ മകന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചു കൂട്ടുകയായിരുന്നു, അത്രത്തോളം സങ്കടപ്പെടുകയായിരുന്നു എന്ന് അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് പോലും ഒരു വിഷമം ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സൈന്യത്തെ ഇറക്കിയിട്ട് ഈ രീതിയിലൊരു പ്രവർത്തനം മുന്നിലേക്ക് വെച്ചത്? എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്നാണ് അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്.